ഈ പാണമ്പള്ളത്തി എന്ന് പറഞ്ഞ സംഭവം തന്നെ ഒറിജിനൽ ഉള്ളത് തന്നെയാണത്. നിങ്ങളൊക്കെ അതൊന്ന് കാണണം കേട്ടോ, യൂട്യൂബിലുണ്ട്. പാണമ്പള്ളത്തി എന്നൊക്കെ അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും. ചേട്ടന്റെ പേരൊന്നും അടിക്കേണ്ട കാര്യമില്ല. പാണമ്പള്ളത്തിയെ ഇത്ര ഫേമസ് ആക്കിയ സുധീറായിട്ട് അത് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നതല്ല. അപ്പൊ ഞാൻ അതിലാ പാണമ്പള്ളത്തിലൊരു ഇത് ഞാൻ ആ സ്കിറ്റിലുണ്ടല്ലോ, വടി വെച്ച് പാണമ്പള്ളത്തി പിടിച്ച് കൊങ്ങോട്ടേക്ക് വെയിലെത്തിട്ടുണ്ടെങ്കിൽ ചെട്ടിയാവത്ത് മാർക്കറ്റിൽ കൊടുക്കും 350 രാവിലെ കിട്ടും. അപ്പൊ ചെട്ടിയാവത്ത് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വരാപ്പുഴയിലാണത്. അപ്പൊ ആ മാർക്കറ്റ് വലിയൊരു മാർക്കറ്റാ ഫിഷ് മാർക്കറ്റ്. അപ്പൊ ഞാൻ ഇടയ്ക്കവിടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവര് എല്ലാവരും കൂടെ എഴുന്നേറ്റ് വന്നിട്ട് ചേട്ടാ ഒരുപാട് നന്ദിയുണ്ട്, അപ്പൊ ഞങ്ങൾക്ക് പള്ളത്തേക്ക് നല്ല ചെലവാണെന്ന് പറഞ്ഞത്. കാരണം ആൾക്കാർ അറിയാത്തവരും വന്നിട്ട് ഈ ചെട്ടിവാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചോദിക്കും പാണമ്പള്ളത്തിൽ മീൻ ഇവിടെ ഉണ്ടാകുന്ന ഒരുപാട് വരുന്നുണ്ട്. എന്നാലും പാണമ്പള്ളത്തിൽ നമ്മൾ അവിടെ ചെട്ടിവിടാതെ കേൾക്കും. പക്ഷെ അനിയൻ എവിടെ അല്ല ബ്രദർ എവിടെയാ? ബ്രദർ ഗൾഫിലും പാണമ്പള്ളത്തിൽ വിൽക്കാന്ന് കേട്ടപ്പോഴാണ് ഞാൻ തകർന്നു പോയത് ചേട്ടാ. അറബിയുടെ കൂടെ വർക്ക് ചെയ്യുന്നു, അറബിയുടെ കൂടെ അവിടെ വടി വെച്ച് പാണമ്പള്ളത്തിൽ പിടിച്ച് കൊങ്ങോട്ടിച്ച് വെയിലെത്തിട്ടുണക്കി മണരാരനത്തിട്ടുണക്കി ദുബായ് മാർക്കറ്റിൽ കിട്ടുമ്പോൾ ചേട്ടനും കിട്ടും 350 ദിർഹം. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നത് ചേട്ടാ? ഇതൊക്കെ എങ്ങനെയാ ഇങ്ങനെ ചേട്ടാ രാത്രി ഉറങ്ങുമ്പോഴാണ് എപ്പോഴും ഈ ക്രിയേറ്റീവ് എനർജി ഇങ്ങനെ പ്രവഹിക്കുന്നത്? കൂടുതൽ എനിക്ക് ഈ യാത്രകളിലാണ് കിട്ടാറുള്ളത്. നേരത്തെ ബൈക്കിന് പോകുമ്പോഴായിരുന്നു, പിന്നെ ഇപ്പൊ വണ്ടിക്ക് കാരണമൊക്കെ പോകുമ്പോഴും നമുക്ക് എറണാകുളത്തേക്ക് വരുന്ന വഴിയാണ് കൂടുതലും വരുന്നുണ്ട്. നമുക്ക് വരാപ്പുഴ പാലങ്ങൾ കഴിയുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ ആയിട്ട് പാട്ടുകൾ സംഭവങ്ങളൊക്കെ വരും. പിന്നെ അത് റെക്കോർഡ് ചെയ്തിട്ടേക്കും. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ കനകം കാമിനി കലഹത്തിലേക്ക് വന്നത്? കനകം കാമിനി അത് വലിയൊരു ഭാഗ്യമാണ്. നോക്കി അതെനിക്ക് കിട്ടിയ ചാൻസ് ഒക്കെ ഈ കോവിഡ് സമയത്തായിരുന്നു. മിക്കവരും പരിപാടികളൊക്കെ ക്യാൻസൽ ആയ സമയമായിരുന്നുള്ളത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ ആലോചിച്ച് വീട്ടിലിരിക്കുന്ന സമയത്ത് വന്നൊരു ഇതായിരുന്നു. കാരണം ഒരു വിളി വന്നിങ്ങനെ രാജേഷ് മാധവ് എന്ന് പറഞ്ഞിട്ട്, പുള്ളി ഇപ്പൊ നമ്മുടെ ദിലീഷ് പോത്തൻ സാറിന്റെ അസിസ്റ്റന്റ്, മിക്ക പടങ്ങളുടെയും ഇതിന്റെ. അപ്പൊ രാജേഷനെ വിളിച്ചിട്ട് ഇങ്ങനെ സൂര്യേട്ടൻ എറണാകുളം വരെ വരുമെന്ന് ചോദിച്ചു ഒരു ദിവസം. ഒരു പടത്തിന്റെ ഇതിലേക്ക് ഏത് പടമൊന്നും എന്നോട് പറഞ്ഞില്ല, ആരാണെന്നും പറഞ്ഞില്ല ഡയറക്ടർ. അപ്പൊ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നൊരു ചെറിയൊരു പോർഷനൊക്കെ ചെയ്യിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞ് ഡയറക്ടർക്ക് അയച്ചു കൊടുത്തത്. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഇത് ആൻഡ്രോയിഡ് കുഞ്ഞപ്പനൊക്കെ ചെയ്ത രതീഷ് ബാലകൃഷ്ണ സാറിന്റെ നെക്സ്റ്റ് മൂവിയാണ് ഇങ്ങനെ കനകം കാമിനി കലഹം. അപ്പൊ ഈ ചേട്ടന്റെ ക്യാരക്ടർ മാത്രം കിട്ടാതെ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത്. അപ്പൊ ഈ ക്ലിഞ്ഞു തത്തയിലൊരു റിയാക്ഷൻ ആണ് അവർക്കത് റിയാക്ഷൻ മറ്റേതൊക്കെ മിമിക്രി ഒരു മോഡലാണല്ലോ ഈ സംഭവം. ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്റെ ഏറ്റവും വലിയ ഉല്ലാസ് എന്റെ അടുത്ത് ഒരു തട്ടിക്കറുണ്ട് ഇങ്ങനെ എവിടെയാടാ ക്ലിഞ്ഞു തത്താൻ പറയുമ്പോ ഞാൻ ഭയങ്കര നൈസായിട്ട് ചിരിച്ചൊക്കെ ഇരിക്കണ ഒരു കമ്മലോടുകൂടി. അപ്പൊ അതിലേതൊരു പോർഷനാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ കൂടി ചെയ്യിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യിച്ചിട്ട് അങ്ങനെ ആ പടത്തിലേക്ക് കിട്ടി. ലാസ്റ്റത്തെ റിയാക്ഷൻ അല്ലേ? എന്താല്ലേ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്തേന്നൊക്കെ പറയുന്നതൊക്കെ ഞങ്ങളിപ്പോ ക്ലിഞ്ഞോ പ്ലിഞ്ഞോ തത്ത ഇരിക്കണം നോക്കുമ്പോ പച്ചത്തത്തില്ലേ തെങ്ങിന്റെ പൊത്തിലിരിക്കണം അങ്ങനെയാണ് അങ്ങനെയാണ് വിളിച്ചതില്. പിന്നെ അതിലൊരു മാസക്കാലം